എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഡയറക്ടർ പറഞ്ഞ അനുസരിച്ചുള്ള ആ മോഡലിനെ കോണ്ടാക്ട് ചെയ്യാൻ തീയുടെ കമ്പനി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ആഡ് ചെയ്യാൻ താൻ തയ്യാറല്ലെന്ന് ആ മോഡൽ പറയുന്നു. ഇവർക്കാണെങ്കിൽ അവളെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവളുടെ മാനേജർ വഴിയാണ് എല്ലാ കോൺവെർസേഷൻ നടക്കുന്നത്. ഇവിടെ മാനേജർ എന്ന് പറയുന്നത് നണ്ണാണല്ലോ. സോ ഇതിനെക്കുറിച്ചെല്ലാം ആലോചിച്ച് കമ്പനിയിൽ എല്ലാവരും ടെൻഷൻ ഇരിക്കുകയാണ്. ഇവരുടെ എല്ലാവരുടെയും കൂടെ സിരിയും ഈ മീറ്റിംഗിൽ ഇരിപ്പുണ്ട്. തൻ്റെ കമ്പനിക്ക് വേണ്ടി താൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് തീ അവിടുന്ന് പോകുന്നു. സീന തീയോട് ആ മോഡൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ എന്തിനാ അവളെ ഫോഴ്സ് ചെയ്യുന്നത്? മറ്റാരെങ്കിലും കണ്ടെത്താൻ പറയുന്നു. എൻ്റെ കാറിൻ്റെ മോഡലാകാൻ അവൾ സമ്മതിക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയണമെന്ന് തീയും പറയുന്നു. നീ ഇവിടെ അനാവശ്യമായി വാശി പിടിക്കുകയാണ്. എന്താകുമെന്ന് നമുക്ക് നോക്കാമെന്ന് സീനയും പറയുന്നു. എന്തൊക്കെ വന്നാലും ഞാൻ പോയി ആ മോഡലിനെ കൺവിൻസ് ചെയ്യുമെന്ന് തീ പറയുന്നുണ്ട്. ആ മോഡലിനെ കുറിച്ച് നിന്റെ കയ്യിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടോ എന്ന് സീന ചോദിക്കുമ്പോൾ ഇല്ല, പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കിട്ടുമെന്ന് തീ പറയുന്നു. ഇത് കേട്ട് സീന ഷോക്കാകുന്നുണ്ട്. നീ എവിടെ പോകുന്ന കാര്യമാ പറയുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ആ മോഡലിനെ കൺവിൻസ് ചെയ്യാൻ പേടിക്കേണ്ട, നീയും എൻ്റെ കൂടെ വരുന്നുണ്ട്. ആഫ്റ്റർ ഓൾ നീ എൻ്റെ അസിസ്റ്റൻ്റ് അല്ലേ എന്ന് അവൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സീന ഒരുപാട് ഷോക്കാകുന്നു. ഈ തീ എന്താ പ്ലാൻ ചെയ്യുന്നത്? ഇവൻ എവിടെ പോകുന്ന കാര്യമാ പറയുന്നതെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. ഞാനും നിന്റെ കൂടെ വരാമെന്ന് ധാരിക പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നിന്റെ അത്യാവശ്യം കമ്പനിയിലാണ്. ഞാനിവിടെ ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? സോ നീ ഇവിടെ ഉണ്ടാകുന്ന ബെറ്റർന്ന് അവൻ പറയുന്നു. എന്നിട്ട് സീനയും കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ തീയും സീനയും ഒരു പ്ലേസിലെത്തുന്നു. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ സീന തന്റെ റിയൽ നെയിം അല്ല യൂസ് ചെയ്യുന്നത്, പകരം സൂസി എന്ന പേരാണ്. എല്ലാവരും അവളെ അറിയുന്നതും സൂസി എന്നാണ്. ഇവിടെ തീ സീനയും കൂട്ടി വന്നിരിക്കുന്നത് ഒരാളെ കാണാൻ വേണ്ടിയാണ്. ഒരു ആക്ടറിനെ കാണിക്കുന്നു. ഇയാളുടെ പേര് പീറ്റർ പാർക്ക്. ഇയാളൊരു ഗേ ആണ്. സീനയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നു. തന്റെ സീക്രട്ട് ഇപ്പോൾ വെളിയിലാകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. കാരണം പീറ്റർ പാർക്ക് സൂസിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സീനയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ അവനെയും കൊണ്ട് എങ്ങനെയെങ്കിലും ആ മോഡലായ സൂസിയെ കൺവിൻസ് ചെയ്യാനാണ് തീ ശ്രമിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നീ എങ്ങനെ അറിഞ്ഞു സീന ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയുകയാണെങ്കിൽ പിന്നെ ഇതിൽ എന്ത് രസമുള്ളതെന്ന് തീ ചോദിക്കുന്നു. അപ്പോൾ പീറ്റർ പാർക്ക് അവിടേക്ക് വരുന്നുണ്ട്. സീനയുടെ ഫേസ് റിയാക്ഷൻ മാറുന്നു. എങ്ങനെയെങ്കിലും തീയെ ഈ പീറ്റർ പാർക്കിനെ കാണിക്കാൻ പാടില്ല. അതിനുവേണ്ടി സീന മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ആ ടാസ്കിൽ സീന സക്സസ് ആകുകയും ചെയ്യുന്നുണ്ട്. അവൾ തീയുടെ ഡ്രസ്സിൽ ജ്യൂസ് വീഴ്ത്തുന്നു. സോറി, അബദ്ധത്തിൽ വീണയാണ്, നീ പോയി ക്ലീൻ ചെയ്യാൻ അവൾ പറയുന്നു. ഈ സമയത്ത് പീറ്റർ പാർക്ക് അവളുടെ സൈഡിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. തീ അവനെ കാണുന്നില്ല. നെക്സ്റ്റ് സീനിൽ തീ സീനയും കൊണ്ട് നടന്നു വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പീറ്റർ പാർക്ക് അവളുടെ ഫ്രണ്ടിലേക്ക് വരുന്നു. ഇത് കണ്ട് സീന ആകെ പേടിക്കുന്നുണ്ട്. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഈ ശ്രമത്തിനിടയിൽ അവളുടെ വീൽ ചെയർ തട്ടി തീ വീഴാൻ തുടങ്ങുന്നു. കൂടെ ഇവിടെ മുന്നിലുണ്ടായിരുന്ന പീറ്റർ പാർക്കും താഴെ വീഴുന്നു. സീനയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല. അവൾ പെട്ടെന്ന് അവിടുന്ന് ഓടിപ്പോകുന്നു. വീൽ ചെയറിൽ അവിടുന്ന് പോകുന്നു. തീ പീറ്റർ പാർക്കിനെ കാണുന്നുണ്ട്. അവന് ഷോക്കാകുന്നു. അതേസമയം പീറ്റർ പാർക്ക് ആകട്ടെ തീയെ കാണുമ്പോൾ ഫസ്റ്റ് സൈറ്റിൽ തന്നെ അവനോട് ഇഷ്ടം തോന്നുന്നു. ഞാൻ താങ്കളെ കാണാൻ വരികയായിരുന്നു എന്ന് തീ പറയുമ്പോൾ പീറ്റർ പാർക്ക് കൂടുതൽ ഹാപ്പി ആകുന്നു. ഇത്രയും ഹാൻസം ഗൈ തന്നെ കാണാൻ വരുന്നു. കാര്യം എന്താണെന്ന് പീറ്റർ പാർക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് തീ റിയലൈസ് ചെയ്യുന്നത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സീന ഇപ്പോൾ അവിടെ ഇല്ലെന്ന്. അവിടെയെല്ലാം അവൻ അവളെ നോക്കുന്നുണ്ട്. ഈ തിരക്കിനിടയിൽ താൻ എന്തിനാ വന്നിരുന്ന കാര്യം പീറ്ററിനോട് തീക്ക് പറയാൻ പറ്റുന്നില്ല. എന്തായാലും നെക്സ്റ്റ് സീനിൽ തീ പീറ്ററിനെ കാണാൻ വരുന്നു. എന്നിട്ട് താൻ ആരാണെന്നും താൻ എന്തിനാ വന്നിരുന്ന കാര്യമെല്ലാം അവൻ പറയുന്നുണ്ട്. എൻ്റെ പേര് തീ എന്നാണ്. ഞങ്ങളുടെ കമ്പനിയുടെ ആഡ് ചെയ്യാൻ സൂസിയെ കൺവിൻസ് ചെയ്യാൻ താങ്കളുടെ ഹെൽപ്പ് ചോദിക്കാൻ വന്നതാണെന്ന് തീ പറയുന്നു. സോറി, സൂസി ഇപ്പോൾ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഒരു ആഡ് ചെയ്യാൻ തയ്യാറല്ലെന്ന് പീറ്റർ പറയുന്നുണ്ട്. ഈ കാര്യം സീന അറിയുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആകുന്നു. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഇവിടെ വരെ വരുന്നത് വേസ്റ്റ് ആണെന്ന്. എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇവിടെ എല്ലാം കറങ്ങാമെന്ന് അവൾ പറയുന്നു. ഞാൻ ഇവിടെ വന്നത് എൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാ.
നിനക്കാകട്ടെ എൻജോയ്മെന്റിനെ കുറിച്ച ചിന്ത. ഞാൻ ആദ്യം എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് എന്തായാലും ഫൺ ചെയ്യാമെന്ന് അവൻ പറയുന്നു. പീറ്റർ ആകട്ടെ സീനെ കണ്ടിട്ടുണ്ടായിരുന്നു. സൈഡിൽ നിന്ന് അവൻ സീനെ നോക്കി സ്മൈൽ ചെയ്യുന്നു. ഇത് കണ്ട് സീനെ ഷോക്കാകുന്നു. എന്നെ കണ്ടിട്ട് ഇവൻ എന്താ ഒന്നും പറയാത്തത്? ഇതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. ഇതിനെല്ലാം കാരണം ഞാനാണ്. ഞാൻ ഓൾറെഡി പീറ്ററിനെ കോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീ വരുമ്പോൾ ആഡ് ചെയ്യാൻ സീനയ്ക്ക് സമ്മതമല്ലെന്ന് പറയണമെന്നും എല്ലാം. ഇതെല്ലാം കേട്ട് സീന ഒരുപാട് ഹാപ്പിയാകുന്നു. എൻ്റെ സെക്രട്ടറിയായ നീ ഇതെല്ലാം നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു എന്ന് ഞാനോട് പറയുന്നു. ഇവിടെ സീന തീയോട് നീ എന്ത് ഡിസൈഡ് ചെയ്തു, നമ്മൾ എപ്പോഴാ തിരിച്ചു പോകുന്നതെന്ന് ചോദിക്കുന്നു. ഇത്ര ഈസി ആയിട്ട് ഞാൻ തോൽക്കാൻ തയ്യാറല്ല, ഞാൻ ഒരു തവണ കൂടി ട്രൈ ചെയ്യാൻ പോവുകയാണെന്ന് തീ പറയുന്നു. സീന തീയോട് ഒരു പ്ലാൻ പറയുന്നുണ്ട്. നീ ഈ പ്ലാൻ അനുസരിച്ച് ചെയ്തു നോക്ക്, പീറ്റർ പാർക്ക് എന്തായാലും വീഴുമെന്ന് അവൾ പറയുന്നു. ഈ പ്ലാൻ സത്യമായിട്ടും വർക്ക് ചെയ്യുമെന്ന് തീ ചോദിക്കുമ്പോൾ എൻ്റെ പ്ലാനാണ്, ഉറപ്പായിട്ടും ഇത് വർക്കാകുമെന്ന് അവൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ പീറ്റർ പാർക്കിന്റെ റൂമിലേക്ക് ആരോ ബൊക്കെ ഡെലിവർ ചെയ്യുന്നു. ഇത് കണ്ട് അദ്ദേഹം ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. കാരണം തീയുടെ പേരിലാണ് അദ്ദേഹത്തിന് ആ ബൊക്കെ കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ നുട്ടിനെയാണ് കാണിക്കുന്നത്. ക്രിട്ടു അവളും അവളുടെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാണ്. നുട്ട് ക്രിറ്റിന്റെ ഭാഗത്തേക്ക് ഒരു ഫയൽ നീട്ടിയിട്ട് നീ ഈ ഫയൽ നോക്കൂ, ഇതിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ആണെന്ന് എന്നോട് പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ ടേബിളിൽ ഇരിക്കുകയായിരുന്ന അവന്റെ ഫോൺ താഴെ വീഴുന്നു. ഈ ഇമ്പാക്റ്റില് ഫോണിന്റെ കവർ പൊട്ടുന്നുണ്ട്. ഇത് അവന് സിരിയെ കൊടുത്ത കവറായിരുന്നു. ഈ കവർ പൊട്ടിയിരിക്കുന്ന കാണുമ്പോൾ അവൻ ഒരുപാട് സാഡ് ആകുന്നുണ്ട്. കാരണം അവനിപ്പോൾ സിരിയെ ഇഷ്ടമാണ്. ഇത് ജസ്റ്റ് ഒരു കവർ മാത്രമാണ്, നീ ഇത്ര ഇമോഷണൽ ആവേണ്ട ആവശ്യമില്ല. നീ ഏതെങ്കിലും ചീപ്പ് കവറായിരിക്കും വാങ്ങിയത്, അതുകൊണ്ടാ ഇത്ര ഈസിയായി പൊട്ടിയെന്ന് അവൾ പറയുന്നു. നീ ഈ കവറിനെ ചീപ്പെന്ന് പറയരുത്, ഇതിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മാത്രമേ അറിയുള്ളൂ. നിനക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് നീ സംസാരിക്കരുതെന്ന് ക്രിട്ട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ ക്രിട്ട് ആകട്ടെ ആ പൊട്ടിയ ഫോൺ കവർ നോക്കി സാഡായി ഇരിക്കുകയാണ്. എന്ത് സ്നേഹത്തോടെയായിരുന്നു സിരിയെ തനിക്ക് ഈ ഫോൺ കവർ ഗിഫ്റ്റ് ചെയ്യുന്നൊക്കെ അവൻ ആലോചിക്കുന്നുണ്ട്. അവൻ സിരിയെക്കുറിച്ചെല്ലാം ആലോചിക്കുന്നു. എന്തൊക്കെ വന്നാലും ഈ ഫോൺ കവർ താൻ പഴയ പോലെ ആക്കുമെന്ന് അവൻ പറയുന്നു. എന്നിട്ട് ഗ്ലൂ കൊണ്ട് ആ ഫോൺ കവർ ഒട്ടിക്കുന്നുണ്ട്. കുറച്ചു നേരത്തെ ഹാർഡ് വർക്കിന് ശേഷം ആ ഫോൺ കവർ പഴയ പോലാകുന്നു. അവൻ അതിൽ ഫോൺ വെക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അതിൽ ആ ബ്രേക്ക് ചെയ്ത പാടുണ്ടായിരുന്നു. ഇത് നോക്കി ക്രിട്ട് സാഡ് ആകുന്നുണ്ട്. ഈ സീനിൽ സീന വെള്ളത്തിൽ കല്ലൊക്കെ എടുത്തെറിഞ്ഞ് റിലാക്സ് ആയിരിക്കുകയാണ്. അപ്പോൾ തീ അവിടേക്ക് വരുന്നു. ഈ ഫുൾ ഹോട്ടലിൽ ഞാൻ നിന്നെ അന്വേഷിച്ചു, എവിടെയും കണ്ടില്ല. നീ ഇവിടെ എന്ത് ചെയ്യാന്ന് ചോദിക്കുന്നു. നോക്കൂ എന്ത് നല്ല വ്യൂ ആണെന്ന്, നീയും എൻ്റെ കൂടെ ഇരുന്ന് ഇത് എൻജോയ് ചെയ്യാൻ അവൾ പറയുന്നു. ഇത് കേട്ട് തീയും അവിടെ ഇരിക്കുന്നുണ്ട്. നീ എന്തിനാ ഈ വെള്ളത്തിൽ കല്ലെടുത്തെറിയുന്നേന്ന് അവൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മൈൻഡ് ഒരുപാട് റിലാക്സ് ആകും, നീയും ട്രൈ ചെയ്യാൻ അവൾ പറയുന്നു. തീ ട്രൈ ചെയ്യുന്നുണ്ട്. അവന് ഒരുപാട് റിലാക്സ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം തീ അപ്പോൾ ഒരുപാട് ടെൻഷനിലായിരുന്നു. പീറ്റർ പാർക്കിനെ കൊണ്ട് സൂസിയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പീറ്റർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. നൈറ്റിൽ ഇവർ രണ്ടുപേരും പീറ്ററിന്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വരുന്നു. ഇതുപോലുള്ള ആഡ് ചെയ്യുന്നത് സൂസിക്ക് ഇഷ്ടമല്ലെന്ന് തീയെ പറഞ്ഞു മനസ്സിലാക്കാൻ അവൾ പീറ്ററിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പീറ്റർ ഈ കാര്യം തീയോട് പറയുന്നു. സൂസിയുടെ ഷെഡ്യൂള് ഇപ്പോൾ ഒരുപാട് ബിസിയാണ്, അവൾക്ക് ഈ ആഡ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പീറ്റർ പറയുന്നു. ഇല്ലില്ല, നിങ്ങൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാൻ സീന പീറ്ററിനോട് പറയുന്നു. സീൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം തീക്ക് തന്നിൽ ഒരു ഡൗട്ടും തോന്നാതിരിക്കാൻ വേണ്ടിയായിരുന്നു. സോ അവൾ തീയുടെ മുന്നിൽ വെച്ച് താൻ പീറ്ററിനെ മാക്സിമം കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് കാണിക്കുന്നുണ്ട്. ഒരു കാര്യവുമില്ല, സൂസിക്ക് ഇപ്പോൾ ആഡ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, തനിക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പീറ്റർ അവരോട് പറയുന്നുണ്ട്. താൻ വാഷ്റൂമിൽ പോകാണെന്ന് പറഞ്ഞ് സീൻ അവിടുന്ന് പോകുന്നു. തീ പീറ്ററിനോട് ഞാൻ ഇതെല്ലാം താങ്കൾക്ക് വേണ്ടി ഓർഡർ ചെയ്ത് താങ്കൾ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറയുന്നു. അവർ രണ്ടുപേരും കുറച്ചു നേരം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച് സംസാരിക്കുന്നു. തീ അവനോട് ഞാൻ താങ്കൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, താങ്കൾക്കിത് ഇഷ്ടമാകും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് പീറ്റർ ആകട്ടെ ഒരുപാട് ഹാപ്പി ആകുന്നു. ഇത്ര ഹാൻസമായിട്ടുള്ള ഒരാൾ തനിക്ക് വേണ്ടി സർപ്രൈസ് പ്ലാൻ ചെയ്തു എന്നറിഞ്ഞ് അവിടേക്ക് കുറെ ഹാൻസം ബോയ്സ് വരുന്നു. എന്നിട്ട് പീറ്ററിന് വേണ്ടി സ്പെഷ്യലായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്.
അവർ പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പീറ്ററിനോട് സ്വീറ്റായിട്ട് അവർ സംസാരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് പീറ്റർ ആകട്ടെ വളരെ ഇംപ്രസ് ആകുന്നുണ്ട്. ഇത്രയും ഹാൻഡ്സും ഹോട്ടുമായ ബോയ്സ് ഒരേ ടൈമിൽ തന്നോട് ഫ്ലേർട്ട് ചെയ്യുന്ന കണ്ട് പീറ്റർ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. പീറ്റർ അത് വായിക്കുന്നുണ്ട്. പീറ്ററിനെ ഈ ബോയ്സിനെ യൂസ് ചെയ്ത് ഇംപ്രസ് ചെയ്യാനുള്ള പ്ലാൻ തീക്ക് പറഞ്ഞു കൊടുത്തത് സീനയായിരുന്നു. പക്ഷേ ഈ ലെറ്ററിന്റെ കാര്യം സീനയും പീറ്ററുമാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഈ ലെറ്റർ വായിച്ച് തീയോട് പീറ്റർ ദേഷ്യപ്പെടണം. ഈ സെയിം കാര്യം പീറ്റർ ചെയ്യുന്നുണ്ട്. അയാൾ ദേഷ്യപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നു. സീന പീറ്ററിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പീറ്റർ ആകട്ടെ ഒന്നും കേൾക്കാതെ അവിടുന്ന് പോകുന്നുണ്ട്. തീ സീനയോട് ഈ ലെറ്റർ എവിടുന്ന് വന്നു, നമ്മുടെ പ്ലാനിൽ ഈ ലെറ്റർ ഇല്ലായിരുന്നല്ലോ എന്ന് അവളോട് ചോദിക്കുന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നീ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്തത്. നീയല്ലേ എന്നോട് ഈ ലെറ്ററിൽ ഇങ്ങനെയൊക്കെ എഴുതാൻ പറഞ്ഞെന്ന് സീന പറയുന്നുണ്ട്. തീ ആകെ കൺഫ്യൂസ് ആകുന്നു. എന്തായാലും അതൊക്കെ വിടൂ, ഇപ്പോൾ ഒരുപാട് ലേറ്റായി, നമുക്ക് ഹോട്ടലിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. ലേറ്റ് നൈറ്റ് ആയിട്ടും തീ റൂമിലിരുന്ന് ഒരുപാട് വർക്ക് ചെയ്യാണ്. ഈ കാരണത്താൽ അവൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നു. ഇത് തീ കാണുമ്പോൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. സീനയും ഇത് കാണുന്നു. അവൾ ഒരുപാട് ടെൻഷൻ ആകുന്നുണ്ട്. അവൾ അവനെ കെയർ ചെയ്യുന്നു. ഇതൊക്കെ വിടൂ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്, ഞാൻ ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നു.